ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയ ഒരു സ്പെഷ്യൽ മസാലയോട് കൂടി നമുക്കൊരു ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഒരു 2-3 പീസ് എടുത്തിട്ടുണ്ട്. അതും കുറച്ച് കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഒരു തരിതരിപ്പോട് കൂടിയാണ് നമ്മളിതൊന്ന് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അയല മീനാണ് ഇന്ന് നമ്മൾ ഫിഷ് ഫ്രൈക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തലയോട് കൂടി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വരിഞ്ഞെടുക്കണം. നന്നായിട്ട് വരിഞ്ഞെടുത്താൽ മാത്രമേ നമ്മുടെ മീനിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല ഒന്ന് പിടിച്ച് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മസാലയിൽ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ മസാല എല്ലാം നമുക്ക് മീനിൽ നന്നായിട്ടൊന്ന് തേച്ചൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം. മീനിൻ്റെ ഉള്ളിലൊക്കെ ആവുന്ന വിധം നന്നായിട്ട് കൈവച്ച് തന്നെ നമ്മൾ മസാല മീനിലോട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് മീനിൽ മസാലയൊക്കെ പിടിച്ച് വരുന്നതാണ്. ഞാൻ ഒരു 10-15 മിനിറ്റ് ഫ്രീസറിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായി വന്ന ശേഷം നമുക്ക് പാനിലോട്ട് ഇതുപോലെ ഓരോ മീനുകളായിട്ട് വെച്ച് കൊടുക്കാം. മീൻ വെക്കുമ്പോൾ നമ്മളിതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അനക്കി ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മീൻ പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ പറ്റും. പാനിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നതാണ് ഈ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ ആയിട്ട്. അപ്പോൾ മീനുകളെല്ലാം നന്നായി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ മീനുകളെല്ലാം ഒന്ന് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ സൈഡും കൂടെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കോരി മാറ്റി കൊടുത്ത് ബാക്കിയുള്ള മീനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ 2 സൈഡും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.